മൊത്തം നമുക്ക് പിന്നെ ചെലവ് വരുന്നത് 6,96,55,300 രൂപ. നമുക്ക് ചെലവ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ വരുന്നത് 6,65,53,000 രൂപ. ആലംകോട് ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ 2026-27 വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുബൈറുദ്ദീൻ പറമ്പ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ജനകീയ പങ്കാളിത്തം ഗ്രാമസഭകളിൽ നിന്നും ഉയർന്നു വന്ന ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മുൻഗണന നൽകുക. പിന്നെ കാർഷിക ഉന്നമനം, കർഷകർക്ക് അർഹമായ ഉയർന്ന പരിഗണനയും ആധുനിക കൃഷി രീതികൾ നടപ്പാക്കാനുള്ള സഹായങ്ങളും ഉറപ്പാക്കുന്നു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ, ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ, വയോജനങ്ങൾക്കും കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും സംരക്ഷണ പദ്ധതികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ സാന്ത്വനം കേന്ദ്രത്തിനും സ്പോർട്സ് സമുച്ചയത്തിനും ആദ്യഘട്ടമായി 10 ലക്ഷം രൂപ വീതം വകവരുത്തി. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിക്കാൻ 8 ലക്ഷം രൂപയും നീക്കിവെച്ചു. പാർപ്പിട പദ്ധതിക്ക് 8.90 കോടി രൂപയും ഗ്രാമീണ റോഡ് നവീകരണത്തിന് 2.25 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 1.42 കോടി രൂപയും അനുവദിച്ചു. വനിതകൾക്കായുള്ള ഓപ്പൺ ജിം, വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം, പരിരക്ഷാ പദ്ധതി വിപുലീകരണം തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ കളിസ്ഥലം വാങ്ങാൻ വേണ്ടി നമ്മൾ 10 ലക്ഷം രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതിൻ്റെതായ നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ സാന്ത്വന കേന്ദ്രം സ്ഥലം വാങ്ങാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എല്ലാ പദ്ധതികളും കൂടെ ഒരു കൊടക്കഴിയിൽ കൊണ്ടുവരാനുള്ള ഒരു പിന്നെ പദ്ധതിക്കായിട്ട് 10 ലക്ഷം രൂപ നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഒരു 8 ലക്ഷം രൂപ അതിന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരാതി 2 ലക്ഷം രൂപ, 2,50,000 രൂപ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വളർന്ന കുട്ടികൾ പല പിന്നെ ആപത്തിലും ചെന്ന് ചാടുന്ന, ലഹരിയിലും ചെന്ന് ചാടുന്ന ഈ കാലഘട്ടത്തിൽ അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2,50,000 രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ പരിരക്ഷാ പാചകത്തിന് 17 ലക്ഷം രൂപ അതിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 യൂണിറ്റ് പിന്നെ പരിരക്ഷ 2 യൂണിറ്റ് തുടങ്ങുന്നതിന് അതിനൊരു 17 ലക്ഷം രൂപ അതിന് നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അംഗനവാടികൾ കേന്ദ്രീകരിച്ച് വനിതകൾക്ക് ഓപ്പൺ ജിം തുടങ്ങാൻ വേണ്ടി 20 ലക്ഷം രൂപ. മൊത്തം 162 പുതിയ പദ്ധതികൾക്കായി 17,90,34,442 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. CNTV ചങ്ങരംകുളം.